പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അനന്തപുരിയിലെത്തും. പ്രധാന സേവകനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുകയാണ് അനന്തപുരി. നഗരസഭയിൽ വികസനത്തിന്റെ ശംഖൊലി മുഴക്കും. വിവിധ കേന്ദ്ര പദ്ധതികൾക്കും തുടക്കമിടും. അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്തെത്തുകയാണ്. എല്ലാവരും വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. എന്തെല്ലാം പദ്ധതികൾക്കായിരിക്കും നാളെ തുടക്കം കുറിക്കുക? അതോടൊപ്പം നമുക്കറിയാം, നഗരസഭയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി തന്നെ സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു BJP. അതുമായി ബന്ധപ്പെട്ടുകൂടി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഏറ്റവും ആവേശത്തോടു കൂടി തന്നെയാണ് അനന്തപുരി അല്ലെങ്കിൽ പത്മനാഭന്റെ മണ്ണിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ കേരളത്തിൽ മാറുന്നു, പൂർണ്ണമായും തിരുവനന്തപുരത്ത് മാറുന്നു. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്ന ഒരു തരത്തിലേക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്കിടയിൽ സജീവമാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് തലസ്ഥാനം BJPയുടെ കയ്യിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വികസന നിലപാടുകൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ആ വികസന കാഴ്ചപ്പാടുകൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വലിയ രീതിയിൽ മത്സരം കാഴ്ചവെച്ചത്. ആ മത്സരത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതിച്ഛായയും ഒപ്പം തന്നെ വികസന പദ്ധതികളും BJPക്ക് ഏറ്റവും സജീവമാകുന്ന സാഹചര്യത്തിൽ BJP 50 സീറ്റുകളിലേക്ക് എത്തുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തേക്ക് BJPയുടെ ഒരു അംഗം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 45 വർഷം CPM ഭരിച്ച് മുടിച്ച് എന്ന് ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയ സംഘടനയെ പൂർണ്ണമായും തന്നെ തലസ്ഥാന നഗരത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ BJP അധികാരത്തിൽ എത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ വികസനം അത് പ്രധാനമന്ത്രിയിലൂടെ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ അനന്തപുരിയുടെ വികസന പദ്ധതി സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്നത് പുത്രിക്കണ്ട മൈതാനത്താണ്. ഈ മൈതാനത്താണ് നാളെ പരിപാടി നടക്കുന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ, റെയിൽവേയുടെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗിക പരിപാടി, റെയിൽവേയുടെ പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നാളെ 10:40 നടക്കുക. അതിനുശേഷം വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകളുടെ കീഴിൽ പ്രത്യേകിച്ച് പോസ്റ്റൽ വകുപ്പ്, ഒപ്പം തന്നെ CSIR ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള ചില പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ പുത്തിരിക്കണ്ടം മൈതാനത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്ന വേദി അത് എടുക്കുന്നത് പൂർണ്ണമായും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം 2 വേദികളാണ് ഈ പുത്തിരിക്കണ്ട മൈതാനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി ഒരു വേദിയും, മറ്റൊന്ന് എടുത്തു പറയാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തലസ്ഥാന നഗരത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ വികസനത്തിൻ്റെ രേഖ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ പറയുന്ന ആ ഒരു വലിയൊരു മഹാസംഗമത്തിന് വേദിയാകുന്ന മറ്റൊരു വേദിയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇനി എന്തായിരിക്കും പ്രധാനമന്ത്രി തലസ്ഥാന നഗരത്തിൻ്റെ വികസനത്തിനായി പ്രഖ്യാപിക്കാൻ പോവുക എന്നതാണ് അനന്തപുരി അല്ല കേരളത്തിലെ മൊത്തം ജനങ്ങളും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് തലസ്ഥാന നഗരി ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് അത് രാഷ്ട്രീയമായി BJPക്ക് വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ
സംശയമില്ല. പ്രത്യേകിച്ച് BJP തലസ്ഥാന നഗരത്തിലെ വികസനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും ഇനി കേരളത്തിൽ വോട്ട് ചോദിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ ബൃഹത് പദ്ധതികൾക്കായിരിക്കും പ്രധാനമന്ത്രി നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്, തുടക്കം കുറിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി വിനീഷ്, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.